ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ പുറത്തു നിന്നും വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെയാണ് പൈനാപ്പിൾ ജാം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പൈനാപ്പിൾ ജാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ അളവിലുള്ളൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലുപ്പവും അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ളൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം ആ മുള്ള് പോലത്തെ ഭാഗവും അതുപോലെ തന്നെ നടുഭാഗത്ത് വരുന്ന ഭാഗമൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 1/2 ലിറ്റർ ഉണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 കപ്പ് ജ്യൂസിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി സ്റ്റവ് ഓണാക്കി ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. നമ്മളിതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് പൈനാപ്പിളിലുള്ള തന്നെ വെള്ളമാണ്. ഈ വെള്ളം ഒന്ന് വറ്റി വരണം, അത്രയേ വേണ്ടൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഒരുപാടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ വാവട്ടമുള്ള ഉരുളിയോ വീട്ടിലുള്ള ഏതെങ്കിലും വലിയ പാത്രമോ എടുത്തിരുന്നാൽ മതി. കുറച്ച് സ്പേസ് ഉണ്ടാകണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് ചാടിപ്പോകും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇതിപ്പം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കുരുവൊന്നുമില്ലാതെ ചേർത്ത് കൊടുക്കണേ. വീട്ടാവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്താൽ മതി. അല്ല വിൽക്കാനായിട്ടുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരിന് പകരം 1/2 ടീസ്പൂൺ സിട്രിക് ആസിഡ് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര തരി പോലെ ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. സിട്രിക് ആസിഡ് എന്ന് തന്നെ പറഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ സെയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. പൗഡർ ആണെങ്കിൽ 1 നുള്ളി ചേർത്ത് കൊടുക്കുക. ലിക്വിഡ് ആണെങ്കിലും 1-2 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ജാം പാകമാകുമ്പോൾ ഒരുപാടങ്ങ് കട്ടിയായി പോകരുത്. എന്നാൽ ആവശ്യത്തിനുള്ള തിക്നെസ് വേണം താനും. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ. ഇനി ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഞാനിപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ജാം പാകത്തിന് ആയിട്ടുണ്ട്. നമ്മൾ എടുത്തു ഊറ്റുന്ന സമയത്ത് ഇങ്ങനെ പാളികളായിട്ട് വീഴണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. ഇനി ഈ സമയത്താണ് നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കേണ്ടത്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ മാത്രം എടുത്ത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ആയിപ്പോകരുത്, അധികമായാൽ എസൻസിൻ്റെ കുത്തലായിരിക്കും. പൈനാപ്പിളിൻ്റെ എസൻസ് കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ജാമിന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ജാം നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കുപ്പികളിലേക്ക് ഒഴിക്കേണ്ടത്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതിന് 1 മാസത്തോളം കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.